കർത്താവിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസത്തേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇൻ ക്രൈസ്റ്റ് ഫാമിലിയിൽ നിന്നും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഈ ഇടിഞ്ഞുപോയ മതിലുകളെ പണിയുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുങ്ങുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ മുതൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഇന്നലത്തെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒത്തിരി പേർക്ക്, ആദ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു. പലരെന്നെ വിളിച്ചു, പാസ്റ്റർ അത് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഈ 2ാമത്തെ ചർച്ച്, വെളിപ്പാട് പുസ്തകത്തിന്റെ 2ാമത്തെ ചർച്ചിനെ കുറിച്ച് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ നോക്കുന്ന സ്മുർണയിലെ സഭ, അത് പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. സ്മുർണയിലെ സഭയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം വെളിപ്പാട് പുസ്തകം 2ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. Fear nothing that you are about to suffer. Be aware that the devil is about to throw some of you into prison, that you may be tested in your faith, and for 10 days you will have tribulation. അത് പറയുന്നത്, നിനക്ക് സഹിപ്പാനുള്ളത് നീ പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ പലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. സത്യത്തിൽ സ്മുർണയിലെ സഭ എന്ന് പറയുന്നത് ഒരു പെർസിക്യൂട്ടഡ് ചർച്ചാണ്, പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഭയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സഭകള് ഒരുപക്ഷെങ്കിൽ സ്മുർണയിലെ സഭയുടെ ഒരു പ്രതിനിധിയാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സഭകള് പെർസിക്യൂട്ട്, ഒത്തിരി പീഡ അനുഭവിക്കുന്ന സഭകളുണ്ട്. അപ്പോൾ ഈ പിശാച് മതില് പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പീഡകൾ കൊണ്ടുവരുന്നത്. ഈവൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ചർച്ച്, പേര് പറയുന്നില്ല, നമ്മുടെ പല സഭകളും റെഗുലർ വർഷിപ്പ് നടക്കാതെ അടച്ചിട്ടിരിക്കുകയാണ്. റെഗുലർ വർഷിപ്പ് നടത്തുവാനുള്ള ഭീഷണി കാരണം നമ്മുടെ തന്നെ ഇൻ ക്രൈസ്റ്റിന്റെ ചർച്ചകൾ പലതും റെഗുലർ വർഷിപ്പ് നടക്കുന്നില്ല. അവർ വളരെ പേടിയിലും ഭീഷണിയിലും ഭീതിയിലുമാണ് പലയിടത്തെയും ആരാധനകൾ നടക്കുന്നത്. പെർസിക്യൂട്ടഡ് ചർച്ച്, പെർസിക്യൂഷൻ എപ്പോഴും ഒരു മതില് പൊളിക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പെർസിക്യൂഷൻ കൊണ്ടുവരുന്നത്. എന്നാൽ പിശാചിനറിയത്തില്ല, ഒരു പെർസിക്യൂഷനും ഒരു സഭയെയും ദേശത്തും തളർത്തിയിട്ടില്ല. എല്ലാ പെർസിക്യൂഷനിലും സഭ വളരുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ 6ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സഭകളെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൂടാ? നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സ്നേഹിതരായ ചിലർ ഈ പെർസിക്യൂഷൻ റിലീഫ് എന്നൊക്കെ പറഞ്ഞ് ഒരു മിനിസ്ട്രി നടത്തുന്ന ഒരു ദൈവദാസനുണ്ട്. എൻ്റെ അടുത്ത സ്നേഹിതനാണ്, വളരെ ബഹുമാനിക്കപ്പെടേണ്ട ദൈവദാസനാണ്. അപ്പൊ അവിടുന്ന് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന പല വാർത്തകൾ, ഈവൻ നമ്മൾക്കിടയിൽ വിശ്വാസികളായവർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് വീട്ടിൽ പീഡിക്കപ്പെടുന്ന ആളുകളുണ്ട്. നമുക്ക് അവരെ ഓർത്ത് ഈ 6ാമത്തെ ദിവസം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ സഭകളെ ഓർത്ത് നമുക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പെർസിക്യൂട്ടഡ് ആയ സഭകൾ, അവരെ ഓർത്ത് ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ 6ാമത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പീഡിപ്പിക്കപ്പെടുന്ന സഭകൾ, നോർത്ത് ഇന്ത്യയിലെ കന്യാസ്ത്രീകളായ ആളുകൾ, പൈനിയർ മിഷണറിമാരായി പോയി കഷ്ടപ്പെടുന്ന ആളുകൾ, പൂട്ടിപ്പോയ സഭകൾ, ചിതറിപ്പോയ വിശ്വാസ കൂട്ടങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം പിശാചാരെങ്കിലും എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്ക് ഈ 6ാമത്തെ ദിവസം പ്രാർത്ഥിക്കാം. 2 രീതിയിലാണ് കുറച്ചു മുമ്പ് ഞങ്ങള് ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യം. ഒന്ന്, പത്രോസിനെ പോലെ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് ദൈവസഭയുടെ ആവശ്യമായിരുന്നു. കാരണം ദൈവസഭയെ പിന്നെയും അടുത്തൊരു ഘട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാതലായ വ്യക്തി പത്രോസ് ആയിരുന്നു. എന്നാൽ സ്തേഫാനോസിന്റെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഒരു പൗലോസിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞു. സ്തേഫാനോസിന്റെ മരണവും അനിവാര്യമായിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്നതും രണ്ടും അനിവാര്യമായിരുന്നു. അതെ. ഇപ്പം ഏത് നിലയിൽ നിന്നുള്ള വ്യക്തി ജീവിതങ്ങളാണോ ഈ നിലയിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പീഡകൾ അനുഭവിക്കുന്നത്, അത് ദൈവ നിയോഗം അനുസരിച്ച്, അങ്ങനെ അവരോടുള്ള ദൈവത്തിന്റെ വിളി അനുസരിച്ച് അവർ ധൈര്യത്തോടായിരിക്കുവാനും വിടുവിക്കപ്പെടേണ്ട
അതേപോലെ കർത്താവിന്റെ നിയോഗത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടവരാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഒട്ടും ധൈര്യം കൈവിടാതെ കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുവാനും കർത്താവിൽ അതിന്റെ മേൽ ജയം, മരണത്തിന്റെ മേൽ ജയം സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കേട്ടത് നമുക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ. ഞാൻ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അതുപോലെ സ്തേഫാനോസിന്റെ മരണവും സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വവും ദൈവത്താൽ സംഭവിച്ചതായിരുന്നു. അതിനകത്ത് സ്തേഫാനോസിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്തേഫാന സംഭരണത്തിൽ കൂടെ പോകുമ്പോൾ സ്വർഗം തുറന്നിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെ, സഭകളെ ഞങ്ങൾ ഓർക്കുന്നു. ആരെങ്കിലും ഈ സമയത്ത് സുവിശേഷം കാരണം ജയിലിനകത്ത് ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയിലിൽ നിന്നും അവർ പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് പറയുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലക്നൌവിലായിരുന്നപ്പോൾ ലക്നൌവിൽ ഒരു ചർച്ചിൽ നടന്ന കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചർച്ചിലെ ആ ഗ്രാമത്തിൽ നിന്നും അവർ മീറ്റിങ്ങിന് പോയപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ആൾക്കൂട്ടം വന്നിട്ട് ഈ പാസ്റ്ററെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ പ്രാർത്ഥിക്കാനിരുന്ന കുറെ സഹോദരിമാരായിരുന്നു. ഈ സഹോദരിമാരെല്ലാം കൂടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇരുന്ന ഒരു സ്ത്രീക്ക് ഭൂതമിളകി. ഈ ഭൂതം ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് പോലീസുകാർ വന്ന് ചോദിച്ചു, എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഭൂതം പറയുകയാണ്, പോലീസ് സ്റ്റേഷനകത്തൊരാളുണ്ട്, അയാൾ വന്നാൽ ഞാൻ പോകാം. അങ്ങനെ പോലീസ് സ്റ്റേഷനകത്ത് കിടന്ന പാസ്റ്ററിനെ പുറത്തു കൊണ്ടുവരികയും ആ പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ഭൂതം വിട്ടുപോവുകയും ചെയ്തു. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, പോലീസ് ജീപ്പിൽ അടിക്കാനും പിടിക്കാനും കൊണ്ടുവന്ന പോലീസുകാർ ഈ സുവിശേഷ വേലക്കാർക്ക് കസേരയും ചായയും വാങ്ങിച്ചു കൊടുത്ത്, കസേരയിട്ട് ചായയും വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് വീട്ടിൽ വിട്ടു. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ 2.5 മാസം മുമ്പ് നടന്നൊരു കാര്യമാണ്. എനിക്ക് അത് നേരിട്ടറിയാം. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ എവിടെയെങ്കിലും നിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. കാരാഗ്രഹങ്ങളിൽ, കള്ളക്കേസുകളിൽ ആരെങ്കിലും അകത്ത് കിടപ്പുണ്ടെങ്കിൽ 6ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്നു, അവർ പുറത്തു വരട്ടെ. എന്നാൽ രക്തസാക്ഷികളുടെ അഭിഷേകമുള്ള ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെയുള്ളവർ അതിനകത്ത് നിന്ന്, ആ അഭിഷേകത്തിൽ നിന്ന് അതിനെ സ്വീകരിക്കാനുള്ള ദൈവകൃപയും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. 6ാമത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ. ഈ നവംബർ മാസം 15-ാം തീയതി ഏറ്റവും അനുഗ്രഹത്താൽ നിങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കുക.